വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഗൈസ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മൂന്നാറിലുള്ള റോഡാണ്. ഈ റോഡ് ഏതാണ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ. ഈ റോഡിനെ കുറിച്ച് ഞാൻ പറയാൻ ഒന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ സൈഡ് ഫുള്ളും ഗ്രീനറിയാണ്. ഇപ്പോൾ നമ്മൾ തേയിലത്തോട്ടം കൊണ്ട് നിറഞ്ഞു നടക്കുന്ന ഈ ഒരു ആംബിയൻസിലൂടെ പോകുന്നത് സത്യം പറയാൻ നമ്മൾ കാണുന്ന പോലെയല്ല. നമ്മൾ ആ ഒരു രീതിയിൽ ആ റോഡിലൂടെ നമ്മൾ വാഹനം കൊണ്ട് പോകുമ്പോഴാണ് ആ ഒരു ഫീലിങ്സ് കിട്ടുന്നത്. ആ ഒരു തണുപ്പ്, ആ ഒരു ക്ലൈമറ്റിലുള്ള ആ ഒരു ആംബിയൻസ്, സത്യം പറഞ്ഞത് നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്നാലും നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഈ ഒരു പ്ലേസ് കിടക്കുന്നത്. ഇതിലൂടെ പോകുമ്പോൾ ആ ഒരു ഭംഗിയുണ്ടല്ലോ, മീൻസ് ആ ഒരു ഫീലിങ്സ്, അത് എനിക്കിപ്പം വേറെ റോഡായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല ഒരിക്കലും. എന്നാലും എന്താ പറയുക, ഭയങ്കര ഒരു ഫീലിങ്സ് ആയിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. എനിക്ക് അത്രയും സന്തോഷമായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവെച്ചത്. ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലേ. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, എന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഞാൻ പറയുകയാണ്. എനിക്ക് ഈ യാത്രകളെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഈ ഒരു യാത്രയിൽ കിട്ടുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു മെമ്മറീസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു യാത്രയിലെ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയതും ഈ ഒരു റോഡിലൂടെ പോയതാണ്. പക്ഷേ ഒരു ഗൈസ്, ഞാനൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കിയത് എന്താ പറയുക, നിങ്ങൾ നിൽക്കരുത്. അതായത് അത് വെച്ചിരിക്കരുത്. അത് പിന്നീട് നാളത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. നിങ്ങൾ അപ്പോഴും തന്നെ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക. നിങ്ങളിൽ ഇപ്പോൾ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്താൽ മതി. ചെറിയ രീതിയിലുള്ള ഫണ്ടോ ജോലികൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ തന്നെ ഞാനും യാത്ര ചെയ്യുന്നത്. അല്ലാതെ ഞാനും വലുതായിട്ടൊന്നും കരുതി വെച്ചിട്ടൊന്നുമല്ല പോകുന്നത്. കാരണം ആ പോകുന്നത്, അതായത് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതും കൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങുക. പിന്നെ ആ കിട്ടുന്ന സന്തോഷം, തിരിച്ചു വരുമ്പോൾ ആ ഒരു മെമ്മറി, നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ കിട്ടുന്ന ആ ഒരു ഓർമ്മകൾ, അതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വില കൊടുത്താലും കിട്ടാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും. അതുകൊണ്ട് വേറെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ തിങ്ക് ചെയ്യുക. അത് പറ്റത്തില്ല, നടക്കത്തില്ല എന്ന് വിചാരിക്കില്ല. തിങ്ക് പോസിറ്റീവ്. എന്നിട്ട് എന്താ പറയുക, അതിനുവേണ്ടി ഡൂ ചെയ്യുക. എന്നിട്ട് യാത്രകൾ പോവുക, കൂടുതൽ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക, കൂടുതൽ എന്താ പറയുക ആൾക്കാരെ കാണുക, പരിചയപ്പെടുക. പിന്നെ എന്താ പറയുക, ഓരോ ഫീലിങ്സ്, ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ അനുഭവങ്ങൾ മനസ്സിലാക്കുക. അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ വേറെയാണ്. അതൊന്നും പറഞ്ഞു തന്നിട്ട് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ പോയേ പറ്റത്തുള്ളൂ. നിങ്ങൾ പോവുക, കാണുക, മുന്നോട്ട് പോവുക. This I say something. I never expect the right things from the wrong persons, and I never express my worthless emotions, feelings to the worthless species. I don't need to be caged in the name of love. Love defends freedom. The true defend freedom, and always make sure you are living your own life or not. And also make sure whatever you are letting other to live their own life or not. ബാക്കി എല്ലാം വരുന്ന വഴിയിൽ വെച്ച് കാണാതെ.